Hi everyone, this is me, Casac Benjali. നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, എനിക്ക് എക്സ്ട്രാ ഓർഡിനറി ലൈഫ് വേണം, എനിക്കൊരു പുതിയ വ്യക്തിയായി മാറണം, എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്ക് വേറെ ലെവൽ ലൈഫ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അത്ര ഈസി ഒന്നുമല്ല. ഞാൻ ചേഞ്ച് എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചേഞ്ച് എപ്പോഴും നമ്മൾ റിവേഴ്സ് ചെയ്യും. ഇപ്പം നമ്മൾ വണ്ണം കുറക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിറ്റ്നസ് ഒക്കെ ചെയ്യണം, നമ്മളിങ്ങനെ ആഗ്രഹിച്ച് വിചാരിച്ചിട്ടാണ് നടക്കുക. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനുവേണ്ടി കുറച്ച് ദിവസമൊക്കെ പണിയെടുക്കും, പിന്നെ നമ്മൾ ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എന്തെങ്കിലും പനിയൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് പോകും. അതാണ് ചേഞ്ച്. ചേഞ്ച് എപ്പോഴും റിവേഴ്സ് ഗിയർ ഉള്ളൊരു സാധനം. എന്നാൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സാധനമല്ല. ഒരിക്കൽ നമ്മൾ ട്രാൻസ്ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതാ, പിന്നെ നമുക്ക് മാറ്റാം. നമ്മുടെ ക്യാരക്ടർ മാറി, നമ്മുടെ സ്വഭാവം മാറി, നമ്മുടെ ഹാബിറ്റ്സ് മാറി, നമ്മുടെ എല്ലാം മാറണം. അപ്പോഴേ ട്രാൻസ്ഫോർമേഷൻ ആവും. കാരണം കാറ്റർപില്ലർ അല്ലെങ്കിൽ പൂപ്പ് ഒരിക്കൽ പൂമ്പാറ്റ ആയി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ പ്യൂപ്പയിലേക്ക് തിരിച്ചു വരില്ല. പൂമ്പാറ്റ തന്നെ അങ്ങനെ പൂമ്പാറ്റയായി മരിച്ചു പോയല്ലോ. അതാണ് ട്രാൻസ്ഫോർമേഷൻ. പക്ഷെ ഈ ട്രാൻസ്ഫോർമേഷൻ തയ്യാറെടുക്കുന്നതിന് ഒരു 3 സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസിയാണ്. ആദ്യം നിങ്ങൾ മാറണം, നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യണം, നിങ്ങൾ പുതിയൊരാളാവണം. എനിക്ക് പുതിയ തരത്തിലുള്ള ബിസിനസ്മാൻ ആവണം, അല്ലെങ്കിൽ പുതിയ ഹൈലി എഫക്റ്റീവ് ഒരു ഇൻഡിവിജ്വൽ ആകണം, നല്ല ക്യാരക്ടറുള്ള ആളായി മാറണം, എനിക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. നിങ്ങളുടെ ലൈഫിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് എന്താണെന്നറിയോ? നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. മൊത്തം കൺഫ്യൂഷനാണ്, മൊത്തം ഒരു പുക മൂടിയതുപോലെയുള്ള ഒരവസ്ഥയായിരിക്കും. ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. കുറെ കാര്യങ്ങളൊക്കെ അറിയാം, എന്തൊക്കെ ചെയ്യുന്നു, ഒരു വ്യക്തത ഇല്ലാത്ത അവസ്ഥ. ഇങ്ങനെ പോയാൽ അവിടെ എത്തുമോ? കൺഫ്യൂഷൻ. ഇത് ആദ്യത്തെ സ്റ്റേജാണ്. പേടിക്കണ്ട. പല ആളുകളും ട്രാൻസ്ഫോർമേഷൻ ഡിസിഷൻ എടുത്തിട്ട് ഈ കൺഫ്യൂഷൻ വരുമ്പോൾ പേടിച്ചിട്ട് പോകും. അയ്യോ, ഇത് എന്നെ കൊണ്ട് പറ്റൂല, ഇത് ഭയങ്കര എഫിഷ്യന്റ്, ഒരു ഹെവി ആണ്, ഐ ക്യാൻ ഡു ദിസ് ബിക്കോസ് ഇറ്റ്സ് ടു ഹെവി, ഐ ക്യാൻ ട്രാൻസ്ഫോം മൈ ലൈഫ്, ഇറ്റ്സ് ടു ഹെവി ബിക്കോസ് ഐ ക്യാൻ ഡു ദാറ്റ്, ഐ നെവർ ഡിഡ് ഇറ്റ്, ഐ ഫീൽ ഐ തിങ്ക് ദാറ്റ് ഇറ്റ്സ് മോർ പെയിൻഫുൾ എന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ട് പോകും. എനിക്ക് ഒരുപാട് ആളുകൾ അറിയാം, ഞാനും ഇട്ടിട്ട് പോകാൻ നിന്ന ആളാണ്. കാരണം മൊത്തം കൺഫ്യൂഷനൊക്കെ. എൻ്റെ ലൈഫിനെ ഞാൻ അതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എംപ്ലോയിയിൽ നിന്ന് ഒരു എംപ്ലോയർ ആക്കി, അതും ഒരു കോച്ച് എന്ന രീതിയിൽ കുറെ ആളുകളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എംപ്ലോയർ ആയിട്ട് മാറണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി പണിയെടുത്തപ്പോൾ മൊത്തം കൺഫ്യൂഷനാണ്. ഇറ്റ്സ് നോട്ട് ഈസി. കാരണം എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, ആര് ചെയ്യും, എങ്ങനെ ചെയ്യും? കാരണം നമ്മളിതൊരു പരിചയമില്ലാത്തൊരു സെഗ്മെന്റിലേക്ക് കിടക്കുക. പേടിക്കണ്ട, അത് ഇതിൻ്റെ നേച്ചർ. മുന്നോട്ട് തന്നെ പോവുക. കുറേ നിങ്ങൾ അതിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ, അതിൽ തന്നെ നിങ്ങൾ പണിയെടുക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തും. കുറേശ്ശൊക്കെ മനസ്സിലാവുന്നുണ്ട്, കുറേശ്ശൊക്കെ ചിത്രം ക്ലിയർ ആവുന്നുണ്ട്, കുറേശ്ശെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അതാണ് സ്റ്റേജ് 2, ഗെറ്റിംഗ് ഇറ്റ്. മിനിമം ലെവൽ. കുറേ അങ്ങ് നമ്മളിങ്ങനെ ഒരു വിമാനമൊക്കെ ചിലപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത്, ആകാശത്തോടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ വലിയ മേഘാവൃതമായ അവസ്ഥയോടെ പോകുമ്പോൾ താഴെ ഒന്നും കാണൂല. കുറേ അങ്ങനെ പോകുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചിങ്ങനെ തെളിഞ്ഞു കാണാം. അത്രയാണ് മിനിമം ലെവലിൽ. നമുക്ക് കുറച്ച് ക്ലാരിറ്റി വരും, മിനിമം ക്ലാരിറ്റി വരും. ഇതാണ് ചെയ്യേണ്ടത്, ഈ ചെയ്തത് ഇത്രയും ചെയ്യാൻ പാടില്ല, ഇത് ഇത്രമാത്രം ഹെവി ആയിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ക്ലാരിറ്റി വരും. എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ അബദ്ധങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാകുന്നതിനാണ് രണ്ടാമത്തെ സ്റ്റേജ്, ഗെറ്റിംഗ് ഇറ്റ്. പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ പോലും കുറേ ചെയ്യാനുണ്ട്. കുറേ സമയം ചിലപ്പോൾ പോകേണ്ടി വരും, കുറേ പണിയെടുക്കേണ്ടി വരും, കുറേ പഠിക്കേണ്ടി വരും, കുറേ മനസ്സിലാക്കേണ്ടി വരും, കുറേ നിങ്ങൾ ഗ്രാബ് ചെയ്യേണ്ടി വരും, കുറേ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ അപ്പോഴാണ് സ്റ്റേജ് 2 എത്തുന്നത്. സ്റ്റേജ് 2 എത്താനുള്ള ക്ഷമയൊന്നും പലർക്കും ഉണ്ടാവില്ല. കാരണം ഈ നോട്ട് ഗെറ്റിംഗ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ സ്റ്റേജിന്റെ ചിലപ്പോൾ കുറേ കാലം നീണ്ടു പോകുമ്പോഴേക്കും അത് ഹോൾഡ് ചെയ്യാനോ അതിനുവേണ്ടി വീണ്ടും പഠിക്കാനോ അതിനുവേണ്ടി ഓടാനോ കഴിയാതെ പാതിയിൽ ഇട്ടെറിഞ്ഞിട്ട് പോകും. അതൊന്നും നടക്കില്ല, ആളെ പറ്റിക്കാൻ നടക്കുന്നു, വെറുതെ എന്ന് പറഞ്ഞ് നടക്കും. ട്രാൻസ്ഫോർമേഷൻ ഈസ് പോസിബിൾ. പക്ഷേ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം. ക്ലാരിറ്റിയോടുകൂടി സ്റ്റിക്ക് ഓൺ. ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾ പിന്നെയും അതിന്റെ പുറകെ അത് ചെയ്ത് നോക്കണം, വീണ്ടും ചെയ്ത് നോക്കി വീണ്ടും ചെയ്ത് ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ പറ്റും, കുറേ അബദ്ധങ്ങൾ പറ്റും, കുറച്ചൊക്കെ ശരിയാവും, പിന്നെ കുറച്ചൊക്കെ ശരിയാവും. അപ്പോഴും മനസ്സിലായി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ആവശ്യമായിട്ടുള്ള ചേഞ്ചുകൾ വരുത്തി, ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ശരിയാണല്ലോ, ഇറ്റ് വർക്ക്സ്. അതാണ് ട്രാൻസ്ഫോർമേഷൻ. സമയമെടുക്കും. കാരണം നിങ്ങൾ ഇന്റലക്ച്വലി, ഇമോഷണലി സമ്പൂർണമായിട്ടും അതിലേക്ക് ഇഴുകിച്ചേരുമ്പോൾ, നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും
ഉണരുന്ന സമയത്തും നിങ്ങൾ അതായിത്തീരുമ്പോൾ നിങ്ങളുടെ ചിന്ത നിങ്ങൾ അറിയാതെ പോലും പെരുമാറുന്നത്, അറിയാതെ പോലും നിങ്ങളുടെ ബിഹേവിയർ അതായിട്ട് മാറുമ്പോൾ, നിങ്ങൾ അറിയാതെ പോലും ഒരു 100 കോടി ബിസിനസ്മാൻ ചിന്തിക്കുന്നത് 100 കോടിയെക്കുറിച്ച്, നടക്കുന്നതും ഇരിക്കുന്നതും ഇടപെടുന്നതും ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും എല്ലാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് നിങ്ങളിങ്ങനെ മാറി 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 സ്വാഭാവികമായിട്ട് അത് വരുമ്പോഴാണ് യു ഗോട്ട് ഇറ്റ് എന്ന് പറയുന്ന 3ാമത്തെ സ്റ്റേജ് എത്തുന്നത്. പക്ഷേ അതിലെത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നുമല്ല. നിങ്ങൾ ക്ലാരിറ്റി ഇല്ലാത്ത ആ ലോങ് പീരീഡിൽ ക്ഷമയോടുകൂടി വീണ്ടും 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 പണിയെടുക്കണം. ക്ലാരിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ഈസിയാണ്, ഡ്യൂറേഷൻ കുറഞ്ഞു. കാരണം നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും എങ്ങോട്ടാ പോകുന്നത്, കറക്റ്റ് ആണോ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് മനസ്സിലാവും. 3ാമത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡൺ. പിന്നെ നിങ്ങൾ ആ ലെവലിലാണ്. അതിൽ കുറെ കാലം പോകുമ്പോൾ നിങ്ങളുടെ സ്കിൽ എന്ത് ചെയ്യും, ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങും, നിങ്ങളുടെ ക്യാപ്പബിലിറ്റി കുറച്ചൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങും. അപ്പൊ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ വീണ്ടും ട്രാൻസ്ഫോം ചെയ്യണം. നമ്മൾ പൂമ്പാറ്റിയായിട്ട് അവസാനിക്കുകയല്ല വേണ്ടത്. പൂമ്പാറ്റിൽ നിന്ന് പിന്നെ മറ്റേതെങ്കിലും കിളിയായിട്ട് മാറണം, കൂടുതൽ ഉയരത്തിൽ പറക്കണമെങ്കിൽ. വീണ്ടും നമ്മൾ പരുന്തായിട്ട് മാറണമെങ്കിൽ വീണ്ടും ട്രാൻസ്ഫോം ചെയ്യണം. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ഈ 3 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഞങ്ങൾക്ക് അതിനുള്ള ഓൺലൈൻ കോഴ്സുകളുണ്ട്. ഓൺലൈൻ സെൽഫ് മാസ്റ്ററി, അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ, വെൽത്ത് മാസ്റ്ററി എന്നൊക്കെ പറയുന്ന വിവിധ തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ കോഴ്സുകൾ. ഇനി ബിസിനസിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് വേണ്ടത്, ഓൺട്രപ്രനോറിയൽ ട്രാൻസ്ഫോർമേഷൻ ആണ് വേണ്ടെങ്കിൽ മോർണിംഗ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ഉണ്ട്, മെന്ററിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ 6 മന്ത് നീണ്ടു നിൽക്കുന്ന ബിസിനസ് ഗ്രോത്ത് ആക്സിലറേറ്റർ എന്ന് പറയുന്ന ബിസിനസ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ള പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ വലിയ സൈസ് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ബിസിനസ് പെർഫോമൻസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസിയോട് കൂടിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. സോ കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി. ദിസ് ഇസ് മീ, കസാക് ബെഞ്ചാലി.